are watching television newspaper. പ്രിയ പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു വാഴക്കുളം. നിങ്ങൾക്കറിയാം, പൈനാപ്പിളിന്റെ സിറ്റിയാണ് ഈ വാഴക്കുളം. അപ്പോ ഇവിടെ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട്. എൻകൗണ്ടറിന്റെ ഒരു പുതിയ പരീക്ഷണമാണിത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരിക്കുന്ന ദേശീയവും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരെ നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള ആളുകളുമായി പ്രത്യക്ഷത്തിൽ സംവദിപ്പിക്കുകയും സംസാരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെയാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. എൻകൗണ്ടർ തുടരുകയാണ്. കോലീബി സഖ്യം നേരോ അതോ നുണയോ? ചർച്ച തുടരുന്നു. അപ്പൊ ആരാണ് ഒരാൾ? പറഞ്ഞോളൂ. സാറേ, ഇപ്പോഴത്തെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിൽ പുലി ഇറങ്ങുമ്പോൾ അതിനെ ജനങ്ങൾ കണ്ട് എങ്ങനെ വിരളി പിടിക്കുന്നുവോ ആ ഒരു സമീപനമാണ് ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ BJP നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ചോദിച്ചോട്ടെ. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ എംപിമാരുടെ എണ്ണം 44. 2019 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ BJPയിലേക്ക് പോയി എന്ന് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസിന്റെ എംപിമാരുടെ എണ്ണം എത്രയെന്നറിയോ? 48. 4 എംപിമാര്. ബൈഇലക്ഷനിൽ 4 സ്ഥലത്തിൽ 3 സ്ഥലത്തും ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നത് BJPയാ. ഞങ്ങളുടെ ഒരു സിറ്റിംഗ് സീറ്റായ മലപ്പുറം ഞങ്ങൾ നിലനിർത്തി. PK കുഞ്ഞാലിക്കുട്ടി ചരിത്ര കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് മത്സരിക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ടല്ലേ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ മുൻനിര നേതാക്കൾ മത്സര രംഗത്തേക്ക് വരാത്തത് എന്നുള്ളൊരു ചോദ്യം. രണ്ട് ഫാസിസ്റ്റ് ഗവൺമെന്റുകൾക്കെതിരെയുള്ള ഒരു ജനകീയ പോരാട്ടമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കേന്ദ്രം ഭരിക്കുന്ന വർഗീയ നേതാവ് നരേന്ദ്രമോദിക്കും രാഷ്ട്രീയ ഫാസിസ്റ്റ് നേതാവ് പിണറായി വിജയനുമെതിരെയുള്ള ഒരു പോരാട്ടമാണിത്. കോലീബി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിലൂടെ ഈ രാഷ്ട്രീയ ചർച്ച മാറ്റിവെക്കാനാണ് LDF ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട. വരും കാലത്തിൽ ഇവിടെ രാഷ്ട്രീയം ഞങ്ങൾ ഇടപിരിച്ച് ചർച്ച ചെയ്യും. അതിലൂടെ പിണറായിയെയും നരേന്ദ്രമോദിയെയും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ LDFിലെ സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി പറയാം. ക്ലിയർ ആയിട്ടില്ല, ചോദ്യം മനസ്സിലായില്ല. താങ്കൾ ചോദ്യം ഒന്നുകൂടെ ചോദിക്കൂ. കേരളത്തിൽ നിങ്ങൾക്ക് തരത്തില്ല. നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളോട് മത്സരിക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ടല്ലേ കോൺഗ്രസിന്റെയും UDFന്റെയും മുൻനിര നേതാക്കൾ കേരളത്തിൽ മത്സര രംഗത്ത് വരാത്തത് എന്നാണ് എന്റെ ചോദ്യം. കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ മത്സരിക്കാത്തതിന്റെ കാരണം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്, കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള നേതാവ് ശ്രീ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാറി നിന്നത്. കേരളത്തിൽ KPCCയുടെ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ മുൻനിര നേതാക്കളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന പരിണിതപ്രജ്ഞരായ പ്രഗത്ഭരായ നേതാക്കന്മാരാണെന്ന യാഥാർത്ഥ്യം എൻ്റെ സുഹൃത്ത് മറന്നു പോകരുത്. ഇന്ന് അവസാനമായി വടകരയിൽ ശ്രീ K മുരളീധരൻ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന, അതുപോലെ ഇവിടെ LDFന്റെ ഒരു നേതാവ് ഇവിടെ പറയുകയുണ്ടായി, കോലീബി സഖ്യം അത് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കോലീബി സഖ്യം എന്ന് ഇവര് പറയുന്ന പഴയ മുദ്രാവാക്യം കോൺഗ്രസ് ഞങ്ങളുടെ തന്നെയാണ്, ലീഗ് ഞങ്ങളുടെ കൂടെയുള്ള ഘടകകക്ഷികളാണ്. BJP ഞങ്ങൾ നേരിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എതിരാളിയാണ് BJP. ആ BJP ആയിട്ട് ഞങ്ങൾ എങ്ങനെ സഖ്യം കൂടും? ഇവിടെയുള്ള നേതാക്കന്മാരെ പറയാം, എത്ര ആനയാണെങ്കിലും ശരി, മഞ്ഞളൂരിന്റെ മണ്ണില് ഇവിടെ മഞ്ഞളൂർ പഞ്ചായത്തില്
ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡി കുര്യാക്കോസ് തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യം ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ രാജ്യത്തിനകത്ത് 5 വർഷക്കാലം ബിജെപി ഭരിച്ചു. 5 വർഷക്കാലം ബിജെപി ഭരിച്ചു. ഈ ബിജെപി ഭരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു കർഷക സമരം നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എന്ത് നിലപാടാണ് നിങ്ങൾ കാണിച്ചത്? ഈ ഹലോ ത്രിപുരയിലെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1.9% വോട്ടായി കോൺഗ്രസിനെ കുറഞ്ഞപ്പോൾ ബാക്കിയുള്ള വോട്ടുകളെ പോയി എന്നതിനെ കുറിച്ച് ഇവിടെ കോലീബി സഖ്യം എന്നൊക്കെ പറയുമ്പോ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് സോളാർ സമരം നടത്തി ലക്ഷങ്ങളെ ഇറക്കി പാർട്ടി പ്രവർത്തകരെ ഇറക്കി അവിടെ തൂറി താറ്റിച്ച പാർട്ടിയാ. അത് ആർക്ക് വേണ്ടിയായിരുന്നോ ഒറ്റ ദിവസം കൊണ്ട് ആ സമരം പിൻവലിച്ചതൊന്നും പറയണം സഖാവേ. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലായിരുന്നു? പിന്നെ ഏറ്റവും രീതിയിൽ ഏറ്റവും നാണം കെട്ട രീതിയിൽ മതവിശ്വാസികളെ ഏറ്റവും കൂടുതൽ തെരുവിലിറക്കി ഇത്രയധികം ആക്രമണത്തിന് ഇത്രയധികം വിശ്വാസികളെ അനുകൂലിക്കാതെ വ്രണപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നേ വരെ ഒരു പ്രതിപക്ഷത്തിന്റെ ചിഹ്നത്തിലേക്ക് ഒരു സമരം ഈ പിണറായി വിജയൻ ഒരു മുട്ടിൽ നിമർന്നുകൊണ്ട് ഒരു സമരം നടത്താനുള്ള ധൈര്യം ഇന്ന് വരെ പ്രതിപക്ഷ നേതാവ് സാധിച്ചിട്ടില്ല. പിന്നെ ഈ ബിജെപി കിസാൻ സമ്മാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ 2000 രൂപ മേടിക്കാൻ. ഈ വാഴക്കുളത്തേർക്ക് എന്തോ പ്രശ്നം? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ 1, 2, 3, 4 വാചകത്തിൽ താങ്കളെ കുറിച്ച് മറുപടി പറഞ്ഞ നന്നായി. ഈ ചർച്ചയുടെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രീ ആനത്തലവട്ടം, ഈ വാഴക്കുളത്തുകാർ കുറച്ച് അപകടകാരികളാണ് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് 5 വർഷത്തിന് മുമ്പ് ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഏതൊക്കെ നടപ്പാക്കി, ഏതെല്ലാം നടപ്പായില്ല, ഭരണത്തിൽ എന്തൊക്കെയാണത് ദ്രോഹം ചെയ്തത് എന്ന് വിലയിരുത്തിക്കൊണ്ട് വിധി രേഖപ്പെടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ സന്ദീപ് പറയുകയുണ്ടായി 15 ലക്ഷം രൂപ വീതം കള്ളപ്പണം എടുത്ത് കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് കള്ളപ്പണത്തിൻ്റെ വ്യാപ്തി പറയാനാണെന്ന്. ഹിന്ദി അറിയാത്ത ആളല്ലല്ലോ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളും ഇന്ത്യയിലുള്ള പത്രങ്ങളുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 35 ലക്ഷം കോടി രൂപ വിദേശ ബാങ്കുകൾ നിക്ഷേപിച്ചുള്ളത് എടുത്ത് 15 ലക്ഷം രൂപ വീതം കൊടുക്കും. 35 പൈസ എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഈ വർഷം സ്വിസ് ബാങ്കിൽ ലോകത്തുള്ള കള്ളപ്പണ നിക്ഷേപം ഇടുന്ന ഒരു ബാങ്കാണത്. ആ ബാങ്കിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം 60% നിക്ഷേപം ഇന്ത്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മോഡി ഭരണത്തിന് കീഴിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കള്ളപ്പണം സ്വരൂപിച്ച് സ്വിസ് ബാങ്കിലിട്ട രാജ്യമായി ഇന്ത്യയെ മാറ്റി. മറന്നു പോകരുത്, കള്ളപ്പണം എടുത്തില്ലെന്ന് മാത്രമല്ല കൂടുതൽ കള്ളപ്പണം ഉണ്ടാക്കി. 2 കോടി ആൾക്ക് തൊഴിൽ ഓരോ വർഷവും കർഷകരെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് മോഡി ഗവൺമെന്റ് 5 വർഷക്കാലത്തെ അട്ടർ ഫെയിലുവർ. ആ ഫെയിലുവർ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ആ ഏകാധിപത്യ വാഴ്ച വരാതിരിക്കാൻ ജനാധിപത്യ ശക്തികളെയും മതേതര ശക്തികളെയും യോജിപ്പിക്കുന്ന പണി ഞങ്ങൾ ചെയ്യും. മത്സരിക്കുന്നില്ല. ഇറക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ സമയം താങ്കൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. തന്നെ നമുക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വളരെ വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം, ശ്രീ കുഞ്ഞിക്കണ്ണൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ ചർച്ചയിൽ സഹകരിച്ച് നന്ദി. ലാസ്റ്റ് ലൈൻ ഞാനൊരു ഡ്രൈവറാ. ബിജെപിക്കാര് ഏതാണ്ടൊക്കെ ഒരുപാട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോട്ടിന് നിരോധനം വന്നു. എത്ര ആൾക്കാർക്ക് കാശ് മാറാൻ പറ്റി? എന്തോരം ആൾക്കാർ പോയി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഞങ്ങളെ ഡ്രൈവർമാർ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള നാട്ടുകാർ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സർക്കാർ ഈ ബിജെപി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് എന്തേലും 1 രൂപയുടെ സഹായം ചെയ്തു കൊടുത്തേക്കെന്ന് ഒന്ന് പറയോ? ഹലോ, ബിജെപി ഭരിക്കാൻ തുടങ്ങിയിട്ട് ആർക്കും പൈസ കിട്ടിയെങ്കിലും 2000 രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്ന ഏത് ഗവൺമെന്റ് കേരളത്തിലുണ്ടെന്ന് പറയോ? സ്വന്തം അക്കൗണ്ടിലേക്ക് കിട്ടിയവരുടെ അക്കൗണ്ട്
അതെ ഇവിടെ യുഡിഎഫിന്റെ നേതാക്കളൊക്കെ ഒളിച്ചിരിക്കുന്ന മത്സരിക്കാതെ ഇടുക്കിയിൽ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ചാലക്കുടിയിൽ മത്സരിക്കുന്ന യുഡിഎഫ് കൺവീനർ, കണ്ണൂർ മത്സരിക്കുന്നത് കെ സുധാകരൻ. കോൺഗ്രസിന് യുഡിഎഫിന്റെ നേതാക്കളാ. ഇവരുടെ ഏത് നേതാവ് മത്സരിക്കുന്നത്? എൽഡിഎഫിന്റെ നേതാക്കന്മാരാണ് മത്സരിക്കുക. കാനം രാജേന്ദ്രൻ മത്സരിക്കുന്നു. സമയ പ്രശ്നമുണ്ട്. അതായത് സമയപരിമിതി കൊണ്ട് നമ്മൾ ഈ വാഴക്കുളത്തെ ചർച്ച അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വരേണ്ടി വരും. ഗുഡ് ബൈ. You are watching 24 from News Headquarters, Kochi.